യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ മർദ്ദിച്ചതടക്കമുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ നവകേരള സദസ്സിന്റെ ഭാഗമായ പ്രഭാത യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി മുഖം തിരിച്ചത്. കോന്നിയിലെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ആളുകൾ വേദി വിട്ടതിൽ അസ്വസ്ഥനായ അദ്ദേഹം പ്രസംഗം പൂർത്തിയാക്കാതെ വേദി വിട്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ഉപചോദ്യങ്ങൾ ഉയർത്തിയതോടെ അദ്ദേഹം അസ്വസ്ഥനായി തുടങ്ങി. ആലപ്പുഴയിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ തല്ലിച്ചതച്ചതിനെക്കുറിച്ച് ചോദിച്ചതോടെ മൈക്ക് ഓഫ് ചെയ്തു. പിന്നെ ഒന്നും പറയാതെ പുറത്തേക്ക്. പത്തനംതിട്ടയിലെയും റാന്നിയിലെയും നിറഞ്ഞ സദസ്സിൽ 20 മിനിറ്റിലേറെ പ്രസംഗിച്ച മുഖ്യമന്ത്രി പക്ഷേ കോന്നിയിലെത്തിയപ്പോഴേക്കും ഏറെ വൈകി. കോരിച്ചൊരിയുന്ന മഴയിലും മുഖ്യമന്ത്രിയെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയിരുന്നത്. മുഖ്യനും മന്ത്രിമാർക്കുമുള്ള സ്വാഗതവും ഉപഹാര സമർപ്പണവുമൊക്കെയായി പിന്നെയും നേരം വൈകിയതോടെ ആളുകൾ വേദി വിട്ടിറങ്ങി. അപ്പോഴേക്കും മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആളുകളുടെ ഇറങ്ങിപ്പോക്കിൽ അസ്വസ്ഥനായ മുഖ്യമന്ത്രി 4.5 മിനിറ്റിൽ പ്രസംഗം അവസാനിപ്പിച്ചു. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ളവർക്ക് നേരത്തെ വീട്ടിലെത്താനുള്ള താല്പര്യവും കാണും. ഞാനതിന് വലിയ തടസ്സമായി ഇപ്പോൾ നിൽക്കേണ്ടതില്ല എന്ന് കരുതുകയാണ്. എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയെ കേൾക്കാനിരുന്നവർക്ക് മുന്നിൽ അധികമൊന്നും പറയാതെ പറയേണ്ടതത്രയും വേദിയിലുണ്ടായിരുന്ന കോന്നി MLA ജനീഷ് കുമാറിനോടും മന്ത്രി വീണ ജോർജിനോടുമൊക്കെ പതുക്കെ പറഞ്ഞ അടൂരിലെ നവകേരള സദസ്സിലേക്ക്. പ്രതിഭാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, പത്തനംതിട്ട.